ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മളൊരു BTST സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ഇൻട്രാഡേ ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജിയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടും റൂൾ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വന്നിരുന്നു, എനിക്ക് ഒരു ഓപ്ഷൻ ബൈയിങ് റൂൾ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഇല്ല, ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് റൂൾ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇല്ല എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് റൂൾ ബേസ് ചെയ്തിട്ടുള്ള സ്വിംഗ് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജിയും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ സ്ട്രാറ്റജീസിനെ കുറിച്ച് നിങ്ങളടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഞാൻ സുനി മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കിൽ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് എന്താണ്, ബ്രേക്ക് ഔട്ടിന് മുൻപേ അല്ലെങ്കിൽ മൂവ്മെന്റിന് മുൻപേ തന്നെ ആ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്ത് വെക്കും. സോ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ കയറി നിന്നിട്ട് യാതൊരു കാര്യമില്ല, മൂവ് ചെയ്യുന്ന വെഹിക്കിളിൽ വേണം, വണ്ടിയിൽ വേണം നമ്മൾ കയറാനായിട്ട്. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എൻട്രി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ക്രൈറ്റീരിയ. ആ രീതിയിൽ നമുക്ക് സ്റ്റോക്സിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കാനർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഡേ ഒരു 5% ഒരു ഷാർപ്പ് മൂവ്മെന്റ് വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ നെക്സ്റ്റ് ഡേ അതേ റേഞ്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അതായത് ഷാർപ്പായിട്ട് മൂവ് ചെയ്ത് ഒന്ന് സ്പീഡ് കുറയ്ക്കുന്ന സ്റ്റോക്കുകളിൽ വീണ്ടും സ്പീഡ് വരുമ്പോൾ എൻട്രി ചെയ്യുന്ന ഒരു ലോജിക്കാണ്. അത് ഒരു ദിവസം 5% മൂവ്മെന്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ അതേ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നിൽക്കുന്നു, ദെൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ നമുക്ക് കൃത്യമായിട്ട് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ സ്കാനേഴ്സ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇതൊരു BTST ട്രേഡാണ്, ബൈ ടുഡേ സെൽ ടുമാറോ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ രാവിലെ തന്നെ ചെയ്യാം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ വൈകുന്നേരങ്ങളിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ നമ്മുടെ എൻട്രി എടുത്തുകൊണ്ട് നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇത് NMDCയുടെ ഒക്ടോബർ 12 ചാർട്ടാണ്. അന്ന് NMDC ഏകദേശം 5% മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ബസ്സിൽ കയറാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ആ ബസ്സായിരിക്കും കൂടുതൽ മൂവ്മെൻറ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തരിക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഒരു ദിവസം 5% മൂവ് ചെയ്ത സ്റ്റോക്കുകളെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഏകദേശം 150 നിന്ന് 160 റേഞ്ചിൽ ഈ പറയുന്ന ഒക്ടോബർ 12 ഒരു സ്റ്റോക്ക് പോയിട്ടുണ്ട്. കറക്റ്റ് 5% മൂവ്മെൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം 5% മൂവ്മെൻറ്റ് ഉണ്ടാകണം എന്നാണ്. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ, നെക്സ്റ്റ് ഡേ ആ ഒരു സ്റ്റോക്ക് ആ 5% ഹൈഡൈൻ ലോവിൻ്റെ ഉള്ളിൽ 13 ഓപ്പൺ ചെയ്യുന്നു. ഓൾറെഡി 5% മൂവ് ചെയ്ത സ്റ്റോക്ക് അന്നത്തെ ദിവസം എന്ത് ചെയ്യണം, വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു ജസ്റ്റ് കൺസോളിഡേഷൻ ഫേസിൽ നിൽക്കണം. അപ്പോൾ അവിടെ ഒരു കൺസോളിഡേഷൻ ഫേസിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 3 മണി 3:30 ആകുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്കിൽ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് കാണാൻ പറ്റും, നെക്സ്റ്റ് ഡേ ഈ ഒരു സ്റ്റോക്ക് ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് നടത്തി ഏകദേശം 165 3:30 ആയപ്പോഴേക്കും 165 എന്ന് പറയുന്ന ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് ആ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ 3 കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. എന്താണ്, ഒരു ദിവസം തന്നെ 5% മൂവ്മെൻ്റ് ആകണം, നെക്സ്റ്റ് ഡേ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് അന്ന് ഈവനിങ് ആ 3:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. കാരണം മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതൊക്കെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒഴിവാക്കാവുന്നതാണ്. ദെൻ അവിടെ ഒരു കൺസോളിഡേഷൻ ആണ് എങ്കിൽ അന്ന് നെക്സ്റ്റ് ഡേ വൈകുന്നേരം 3:30 നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയാണ്. എൻട്രി എടുത്തിട്ട് നെക്സ്റ്റ് ഡേയിലോട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡേ ഈവനിങ് നമുക്ക് ആ ഒരു സ്റ്റോക്കിനെ എക്സിറ്റ് അടിക്കാം. നല്ല ഒരു 160 to 165 വരെയുള്ള നല്ല ഒരു മൂവ്മെൻറ്റ് തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനും എങ്ങനെ 5% വന്ന സ്റ്റോക്കുകളെ ഒക്കെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിന് ഓൾറെഡി നമ്മളൊരു സ്കാനർ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ charting.com നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരെ charting.com വരിക, charting.com, ദെൻ സ്ക്രീനേഴ്സ് ക്ലിക്ക് ചെയ്യുക. സ്ക്രീനേഴ്സിൽ നമ്മൾ BTST ഗ്രോ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു സ്ക്രീനർ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, BTST ഗ്രോ. ഇതിൻ്റെ അകത്ത് BTST ഗ്രോ റേഞ്ച് സ്റ്റോക്സ്
ബൈ വിത്ത് വോളിയല്ല, റേഞ്ച് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫിൽട്ടർ, ഈ ഒരു സ്കാനർ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഫൈൻ. ഓക്കെ, അതല്ല, അതിൻ്റെ തൊട്ട് ക്രിയേറ്റ് സ്കാനർ അല്ല. ഓക്കെ, തൊട്ട് താഴെയുള്ള സ്കാനർ വേണം നമ്മൾ. BTST ഗ്രോ എന്ന് പറയുന്ന ഒരു സ്കാനർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ഓൾറെഡി ഒത്തിരി കോപ്പീസ് അതിൻ്റെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഞാൻ ഇതിൽ കാണിക്കുന്ന അത്രയും ഫിൽറ്റേഴ്സ് മാത്രമുള്ളത് മാത്രം കണ്ടുപിടിക്കാം. ഓക്കെ, ജസ്റ്റ് 1 4 5 ലിസ്റ്റ് മാത്രം, 5 സ്കാനേഴ്സും കണ്ടീഷൻസ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതാണ്? ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത് കൊഫോർജ്, NIIT ടെക് ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്. ഇത് നമ്മുടെ മണപ്പുറം അതുപോലെ തന്നെ കൊഫോജും ആണ്. കൊഫോജു ഇത് രണ്ടുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 5% മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്നൊക്കെ. നമുക്കിവിടെ മണപ്പുറം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. മണപ്പുറം നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകും എന്നുള്ളതാണ്. മണപ്പുറം ഫിനാൻസിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ മണപ്പുറം ഫിനാൻസ് തൊട്ട് മുമ്പത്തെ ദിവസം ഏകദേശം 16-ാം തീയതി മണപ്പുറം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 5% മൂവ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു 5% മൂവ്മെൻറ്റ് തന്ന് ഇന്നത്തെ ദിവസം, അതായത് 17-ാം തീയതി ഈ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്തു? കൺസോളിഡേഷൻ റേഞ്ചിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? 3 മണിക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യാമായിരുന്നു. നമുക്ക് തിങ്കളാഴ്ച അതിൻ്റെ റിസൾട്ട് കിട്ടുമായിരുന്നു. ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ബാക്ക് ടെസ്റ്റ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് എക്സലായിട്ട് കിട്ടും. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിൽ ഏതൊക്കെ സ്റ്റോക്കാണ് ഈ പറയുന്ന 5% മൂവ്മെൻറ്റ് നൽകി ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് തന്നത് എന്നുള്ളത്. നമ്മൾ ഡൗൺലോഡ് എക്സൽ ഫയലായിട്ട് ഇതിനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്സിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഡേറ്റ് വൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ നോക്കുമ്പോൾ നമ്മളിവിടെ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ച NMDC ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റോക്സുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ NMDC നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, 5-ാം തീയതി NMDC വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 12-ാം തീയതി NMDC വന്നിട്ടുണ്ട്. അപ്പോൾ NMDC വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ചെക്ക് ചെയ്തുകൊണ്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കിത് ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ സ്റ്റോക്ക് കൊഫോർജ് ആണ്. കൊഫോർജ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൊഫോർജ് ലിമിറ്റഡ് കൂടി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൊഫോർജും ഇന്നലെ 16-ാം തീയതി നല്ല ഒരു വലിയ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ദെൻ ഇന്ന് ഒരു ചെറിയ കൺസോളിഡേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഏത് 2 സ്റ്റോക്കിൽ കയറാമായിരുന്നു? മണപ്പുറത്തിലും കൊഫോർജിലും നമുക്ക് എൻട്രീസ് എടുക്കാമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് പോവുക. ഇൻട്രാഡേ ഓപ്ഷൻ ബൈങ്ങിൽ നമുക്ക് റൂൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്ട്രാറ്റജി കൂടിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻട്രി ടൈം നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ ഒരു സ്ട്രാറ്റജിയും എന്താണ്? നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു നല്ല മൂവ്മെൻറ്റ് തരുന്ന ഓപ്ഷൻസ് നമ്മൾ ബൈ ചെയ്യുക എന്നുള്ള ലോജിക്ക് ബേസ് ചെയ്തിട്ടാണ്. ഈ ഒരു സ്ട്രാറ്റജിയുടെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 11:15 ശേഷമാണ്. 11:30 ശേഷമാണ്. അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ വലിയ വയലൻറ്റ് മൂവ്മെൻറ്റുകൾ മാർക്കറ്റിലുണ്ടാകും. ആ ഒരു വയലൻറ്റ് മൂവ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് സ്ലോ ഡൗൺ ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് നമ്മുടെ എൻട്രി പരിഗണിക്കുക എന്നുള്ളത്. ആ ഒരു സമയത്ത് 11:30 ശേഷം എവിടെയാണോ സ്പോട്ട് അത് നമ്മൾ വാച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 44,500 എന്ന് പറയുന്ന സ്ഥലത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഇരിക്കുന്നതെങ്കിൽ ATMും ഏതായിരിക്കും? 44,500 കോളും 44,500 പുട്ടുമായിരിക്കും. ഇത് രണ്ടും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് അതായത് കൃത്യം 11:30 LTP എന്ന് പറയുന്നത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറയുന്നത് കോളിൻ്റെ 120ഉം പുട്ടിൻ്റെ 125ഉം ആണെങ്കിൽ എപ്പോഴാണോ ഈ ഒരു പ്രൈസ് ഡബിൾ ആകുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ ബൈ ട്രിഗർ നമ്മൾ ഓപ്പൺ ചെയ്യുക. അതായത് 120-ൽ നിന്ന് കോളിൻ്റെ വാല്യൂ 240 ആകുകയാണെങ്കിൽ നമ്മൾ 240-ന് കോൾ എൻട്രി എടുക്കും എന്നുള്ളതാണ്. അല്ല മാർക്കറ്റ് താഴത്തോട്ടാണ് മൂവ് ചെയ്ത് പുട്ടാണ് 125-ൽ നിന്ന് 250, അപ്പോൾ 50 ഡബിൾ ആകുന്ന സമയത്ത് അപ്പോൾ ഓൾറെഡി നല്ല ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ആ ഒരു ഡയറക്ഷൻ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ലോജിക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ 120-ൽ നിന്ന് 240 എത്തുമ്പോൾ
ഡെൽറ്റ ഓൾറെഡി കൂടിയിട്ടുണ്ടാകും. ഡെൽറ്റ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രീമിയം ബേസ്ഡ് ഓൺ അണ്ടർലൈങ് അസറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഡെൽറ്റ ഓൾറെഡി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഡെൽറ്റ ബെനിഫിറ്റ്സ് നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ 240 എന്ന് പറയുന്ന പ്രൈസിൽ കോൾ എത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ കോൾ ഓപ്ഷൻ്റെ എൻട്രി എടുക്കും. എൻട്രി എടുത്തിട്ട് നമ്മുടെ ടാർജറ്റ് അൺലിമിറ്റഡ് ആണ്. നമ്മുടെ എക്സിറ്റ് ടൈം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമാണ്. അതായത് 9:15 9:16 രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഡേയിൽ ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യും. അല്ല, ഇൻ കേസ് മാർക്കറ്റ് നമ്മൾ കോൾ എൻട്രി എടുത്ത് ഡൗൺ സൈഡിലോട്ട് വന്നു എന്ന് കരുതുക, നമുക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വേണം. 120 റുപ്പീസ് സ്റ്റോപ്പ് ലോസ് വേണം. സോ നെക്സ്റ്റ് ഡേ വലിയൊരു ഗ്യാപ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വലിയ ഗ്യാപ്പ് അപ്പ് ആയിട്ടോ ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാലും അന്ന് തന്നെയാണല്ലോ നമുക്ക് എക്സിറ്റ് അടിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ 120 റുപ്പീസിനെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് ഡാറ്റ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് 2017 മുതൽ ബാക്ക് ടെസ്റ്റ് ഡാറ്റ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ബ്ലൂ ലൈൻ കാണുന്നതാണ് നമ്മുടെ ബാക്ക് ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത്. ഈ അണ്ടർലൈൻ വാല്യൂ ആണ് നമ്മൾ ബ്ലൂ ലൈനിൽ കാണുന്നത്. നമ്മൾ തൊട്ട് മുകളിൽ കാണുന്നത് ക്യുമുലേറ്റീവ് PNL ആണ്. അപ്പോൾ നമ്മൾ 2017 മുതൽ ഒരു ലോട്ടിൽ എൻട്രി എടുത്തിരുന്നുവെങ്കിൽ, ഒരു ലോട്ടിൽ എൻട്രി കൃത്യമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് 2017 മുതൽ ഏകദേശം 1,40,000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഒരൊറ്റ ലോട്ടിൻ്റെ പ്രോഫിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏകദേശം ഇപ്പോൾ എത്രയാണ്, 6 വർഷം കൊണ്ട് നമുക്ക് 1,40,000, അതായത് ഇപ്പോൾ ഒരു ലോട്ട് ചെയ്യാൻ 240 എന്ന് പറയുന്ന പോയിൻ്റ് ഒരു ലോട്ട് ചെയ്യാൻ അത്രയും കുറവ് പൈസ മതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തൊട്ട് താഴെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഡ്രോ ഡൗൺ ആണ്. അടുപ്പിച്ച് എത്ര ലോസ് വന്നിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ മാക്സിമം നമുക്ക് വന്നിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് 2021-22 സമയത്തൊക്കെയാണ് ഏകദേശം 30,000-32,000 രൂപയാണ്. അതായത് നമുക്ക് മാക്സിമം അടുപ്പിച്ച് വന്നിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓവറോൾ നല്ല റിസൾട്ട് ഈ ഒരു സ്ട്രാറ്റജിക്ക് ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ഓവറോൾ പ്രോഫിറ്റ് 1,35,000 രൂപയാണ്. 2017 മുതൽ ഏകദേശം 259 ട്രേഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് ഒരു ട്രേഡിൽ നമുക്ക് ആവറേജ് 522% സക്സസ് റേറ്റ് ഉണ്ട്. അതുമാത്രമല്ല വിന്നിങ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് വെറും 49% ഉള്ളൂ. 51% കേസുകളിലും നമുക്ക് ലോസ് ആണ് വരുന്നത്. എന്നാൽ ആവറേജ് വിന്നിങ് ട്രേഡ്സിൽ നമുക്ക് 2,938 രൂപയുടെ ആവറേജ് വിന്നിങ് ട്രേഡ്സ് ഉണ്ട്. എന്നാൽ ലൂസിങ് ട്രേഡ്സിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വെറും 1,800 രൂപ മാത്രമാണ്. മാക്സിമം പ്രോഫിറ്റിൻ്റെ സിംഗിൾ ട്രേഡ്, ഒരു ട്രേഡിൽ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 22,000 രൂപയാണ്. അതുപോലെ തന്നെ ഒരു ട്രേഡിലെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 9,400 റുപ്പീസാണ്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് മനസ്സിലാകും. എന്നാൽ മാക്സിമം ഡ്രോ ഡൗൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 32,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ആൽഗോ ട്രേഡിംഗ് സെറ്റപ്പ്സ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ആൽഗോ വെച്ചിട്ടാണ് ഈ ഒരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ ചെയ്ത് നോക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ആൽഗോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ആൽഗോ വെച്ചുകൊണ്ട് തന്നെ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊരു വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റിയൽ ട്രേഡിങ്ങിലോട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എങ്ങനെയുണ്ട് ഈ ഒരു സ്ട്രാറ്റജീസ് നിങ്ങൾ കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഇതിൽ വരുന്ന സ്റ്റോക്കുകളെ 2 രീതിയിലാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ഈവനിങ് 3:30 തന്നെ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ എൻട്രി എടുക്കാം. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണ്, ഓൾറെഡി ചിലപ്പോൾ ഒരു 2% 3% ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഒരു പക്ഷേ ഇൻട്രാഡേയിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാകും എന്നുള്ളതാണ്. എന്നാൽ ബൈ ടുഡേ സെൽ ടുമാറോ എല്ലാ ബ്രോക്കേഴ്സും ഒന്നും നിങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ. ഇതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങിൽ റൂൾ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ട്രാറ്റജി കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ഇതേ ഒരു ലോജിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ മാർക്കറ്റ് നമ്മൾ ആദ്യത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഹൈലി വോളറ്റൈൽ മാർക്കറ്റ് ആയിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല, നമ്മൾ മാറി നിൽക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് ആദ്യത്തെ 1 മണിക്കൂറിന് ശേഷം മാർക്കറ്റിൽ
നമ്മൾ എവിടെയാണോ മാർക്കറ്റ് ആ ഒരു സ്പോട്ട് ATM സ്പോട്ട് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ATMന്റെ കോളും പുട്ടും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ATM കോളിൻ്റെ പ്രൈസോ ATM പുട്ടിൻ്റെ പ്രൈസോ ഡബിൾ ആകുകയാണെങ്കിൽ, കോൾ അല്ലെങ്കിൽ പുട്ട് ഏതെങ്കിലും ഒരെണ്ണം ഡബിൾ ആകുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സൈഡിലോട്ട് ഒരു വലിയ മൂവ്മെന്റ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും നമ്മൾ നെക്സ്റ്റ് ഡേയിൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി BTSTക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു സൈഡിലോട്ട്, ഇപ്പോൾ പുട്ടാണ് ഡബിൾ ആയതെങ്കിൽ നമ്മൾ പുട്ട് എൻട്രി എടുക്കുകയും നെക്സ്റ്റ് ഡേ ഓപ്പണിംഗ് ക്യാൻഡിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോജിക്കാണ്. നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്കൊരു 2019 മുതൽ തന്നെയുള്ള ബാക്ക് ടെസ്റ്റഡ് ഡാറ്റ കൂടി നിങ്ങൾക്കിടെ മുൻപിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൂടി നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് പോകാം. ഇതൊരു ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് നിങ്ങൾ പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ബാക്ക് ടെസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതിന്റെ ലോജിക് അറിഞ്ഞിരിക്കണം, ഇതിന്റെ പൊസിഷൻ സൈസിങ് അറിഞ്ഞിരിക്കണം, ഇതിന്റെ ഡ്രോ ഡൗൺ അന്വേഷിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ സൈസിങ് നിങ്ങൾക്ക് ഇത് ആക്ച്വൽ ട്രേഡിംഗ് ചെയ്യുമ്പോൾ ആവശ്യമാണ്. ഓപ്ഷൻ ബൈയിങ് തന്നെ ഹൈലി റിസ്കി ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അടുത്തൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.